ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുമായിട്ടാണ്. വിഷുവൊക്കെ ഇങ്ങ് എത്താറായില്ലേ? കൂടാതെ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? വരൂ, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ഒരു നല്ല പഴുത്ത കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത കൈതച്ചക്കയാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ അതുകൊണ്ട് ഊരിപ്പോരും. ഇതിനെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി. അതിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത ശേഷം ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞാൽ അധികം വേസ്റ്റ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. അല്ലാതെ മുഴുവനായിട്ട് ചെത്തിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പൈനാപ്പിളിൻ്റെ ഒരു പകുതിയോടടുത്ത് മാത്രമേ പച്ചടിക്കായി എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിതിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ചെത്തി തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്. അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടാതെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനാവും. പൈനാപ്പിളിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി മുറിച്ചെടുക്കാം. മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. പൈനാപ്പിൾ ഉണ്ടല്ലോ, വെന്തുടയില്ല. അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കൈതച്ചക്കയാണെങ്കിൽ എന്തായാലും ഒഴിവാക്കണം, ചൊറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന പൈനാപ്പിളിൻ്റെ അങ്ങനെ ചൊറിയാറില്ല. നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അത് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ പച്ചടിയിലോട്ട് ഇടുമ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് കിടക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം ഒഴിവാക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കി മുറിച്ചെടുക്കാം, പക്ഷേ ഇതിലും വലുതാക്കരുത്. ഞാൻ പൈനാപ്പിളെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇതെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാവേ. ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര ഇവ ചേർക്കുന്നുണ്ട്. ഈ പൈനാപ്പിളിന് അധികം മധുരം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ചേർക്കുന്നത്. നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇതിലോട്ട് അല്പം മാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സദ്യയിലൊക്കെ വിളമ്പുന്ന കറികൾക്ക് അധികം ചാറ് വേണ്ട. പിന്നെ പൈനാപ്പിളിലും അത്യാവശ്യം വെള്ളമുണ്ടല്ലോ. ഇനി നമുക്കിതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാവേ. അതിനായി മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം, ഒരു പച്ചമുളക്, മുളക് പൊടി ചേർത്തത് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇനി എല്ലാ പച്ചടികളുടെയും മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് അരഞ്ഞു കിട്ടുന്നതിനായി അല്പം തൈരും കൂടി ചേർത്താണ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരയണേ. നമ്മൾ വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിയൊക്കെ ആക്കി വരുമ്പോൾ നല്ല ലൂസായി പോവും. എന്തായാലും തൈര് ചേർക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് നമുക്ക് തൈര് ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിളും വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോഴും ഇത് കഷ്ണം കഷ്ണമായിട്ടാണ് കിടക്കുന്നത്, ഉടങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ചെറിയ പീസസ് ആയിട്ട് മുറിക്കണമെന്ന് പറയുന്നത്. ഇത് 4 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം തുറന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതാണ്. വളരെ കുറച്ചല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിനായിട്ട് പാത്രത്തിലോട്ട് മാറ്റിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഇത് വേവിക്കാവുന്നതേ ഉള്ളൂ. നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ച ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. നന്നായി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ മതിയാകും. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്ത ശേഷം ഉപ്പ്, പുളി, മധുരം ഇവയെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പിന് ഉപ്പ് ചേർക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ഇതും കൂടി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പച്ചടി ഒരു 90% റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കാൻ കൂടിയേ ഉള്ളൂ.
താളിച്ചൊഴിക്കുന്നതിനായി ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 2 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ പച്ചടി റെഡി. സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റുമാണ്. പൈനാപ്പിൾ പച്ചടി വേണമെങ്കിൽ നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കാൻ കേട്ടോ. ഇത് പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ തലേ ദിവസമാണ് തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ അധികം പുളിയുള്ള തൈര് ചേർക്കരുത്. തൈരായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും പുളി കൂടും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. വാഴയിലിൽ സദ്യ വിളമ്പി ഞാൻ പൈനാപ്പിൾ പച്ചടി, അവിയൽ, ഓലൻ, പുളിയിഞ്ചി തുടങ്ങി ഒത്തിരി സദ്യ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം തയ്യാറാക്കി ഫോട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഫീഡ്ബാക്ക് കമൻ്റായിട്ടും ഇടണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യൂ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്